الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولكم في القصاص حياة يا أولي الألباب. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാനം മുഅ്മിനായി മരിക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും നമുക്കും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന ഫലസ്തീനുകളടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. 15-ാം നൂറ്റാണ്ടിൽ വത്തിക്കാനിലെ കത്തോലിക്ക സഭയുടെ പോപ്പായിരുന്നു പോപ്പ് ക്ലമന്റ് എട്ടാമൻ. 1592 മുതൽ 1605 വരെയുള്ള 13 വർഷക്കാലം അദ്ദേഹമായിരുന്നു വത്തിക്കാനിലെ പോപ്പ്. അദ്ദേഹത്തിന്റെ കാലത്ത് വളരെ വിചിത്രമായൊരു മതവിധി അദ്ദേഹം പുറപ്പെടുവിച്ചു. അതിങ്ങനെയായിരുന്നു: ക്രിസ്ത്യാനികളാരും കാപ്പി കുടിക്കരുത്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം, കാപ്പി കണ്ടെത്തിയത് മുസ്ലിമീങ്ങളാണ്, അത് കണ്ടെത്തിയതൊരു മുസ്ലിം രാജ്യത്തുമാണ്. അതുകൊണ്ട് കാപ്പിയെ ക്രിസ്ത്യാനികൾ വളരെ ഭയത്തോടുകൂടി കാണുകയും കാപ്പി കുടിക്കരുതെന്ന പോപ്പിന്റെ നിർദ്ദേശം ക്രിസ്ത്യാനികൾ നിറവേറ്റുകയും ചെയ്തു. കാപ്പിയെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാപ്പി ജിഹാദ് എന്ന അർത്ഥത്തിലാണെന്ന് കണ്ടിരുന്നത്. BC 850 യമനിൽ നിന്നുള്ള കുറച്ച് ആട്ടിടയന്മാർ എത്യോപ്യയിൽ ആട് മേച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആടുകളിൽ ചില ആടുകൾ അസാമാന്യമായ ഉന്മേഷം പ്രകടിപ്പിക്കുന്നത് ഈ ഇടയന്മാരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. അവരത് അന്വേഷിക്കുമ്പോൾ ഏതോ ചില ചെടികളുടെ ഇലകൾ ഈ ആടുകൾ ഭക്ഷിച്ചിട്ടുണ്ട്. അത് ഭക്ഷിച്ചതിന് ശേഷമാണ് ആടുകൾക്കൊരു അസാമാന്യമായ ഉന്മേഷം കാണുന്നത് എന്ന് മനസ്സിലാക്കിയ ആട്ടിടയന്മാർ ആ ചെടി എത്യോപ്യയിൽ നിന്നും പറിച്ചുകൊണ്ടുവന്ന് യമനിൽ നട്ടുപിടിപ്പിച്ചു. അതാണ് കാപ്പിച്ചെടി. BC 850 അങ്ങനെയാണ് കാപ്പി യമനിൽ നിന്നാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കാപ്പി എത്തിയത്. യമനിലെ സൂഫികളാണ് കാപ്പി ലോകം മുഴുവൻ വ്യാപിപ്പിച്ചത് എന്നാണ് ഒരു കഥ. അതുകൊണ്ടാണ് പോപ്പ് ക്ലമന്റ് എട്ടാമൻ കാപ്പി കുടിക്കരുതെന്ന് ക്രിസ്ത്യാനികളോട് പറഞ്ഞത്. പക്ഷെ പോപ്പ് അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് വത്തിക്കാനിലേക്ക് കാപ്പി എത്തി. വത്തിക്കാനിലേക്ക് എത്തിയെന്ന് മാത്രമല്ല, പോപ്പ് ക്ലമന്റ് എട്ടാമന്റെ ഓഫീസിലും കാപ്പി എത്തി. ഓഫീസിലുള്ള പലരും കാപ്പി കുടിച്ചു. അവസാനം പോപ്പും കാപ്പി കുടിച്ചു. കാപ്പി കുടിച്ചുകൊണ്ടിരിക്കെ പോപ്പ് പറഞ്ഞു, ഇത് കൊള്ളാമല്ലോ, ഇത് നല്ല ടേസ്റ്റാണല്ലോ, ഇതിന്റെ കുത്തക നമ്മൾ മുസ്ലിമീങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്, നമുക്കിതിനെ മാമോദിസ മുക്കാം.
അങ്ങനെ മാമോദീസ മുക്കിയാലും ഇല്ലെങ്കിലും ലോകം മുഴുവനും 15-ാം നൂറ്റാണ്ടോടുകൂടി കാപ്പി വ്യാപകമാവുകയും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി കുടിക്കുന്ന ആളുകൾ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായ അമേരിക്കക്കാരാണ്. ഞാനിപ്പോ ഈ കാപ്പിക്കഥ ഓർത്തെടുക്കാൻ കാരണം, ഇന്ന് രാജ്യത്തും രാജ്യത്തിന് വെളിയിലും വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് നിമിഷപ്രിയ എന്ന സഹോദരിയുടെ വിഷയം. യമനിലെ തലാൽ അൽ മഹദി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അമിത ഡോസിൽ മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തി 110 കഷ്ണങ്ങളായി വെട്ടിമുറിച്ച് വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയിട്ടിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച നിമിഷപ്രിയ. ആ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ യമനിൽ ചർച്ച നടത്തുന്നത് ആ യമനിലെ സൂഫി പണ്ഡിതന്മാരാണ്. അവര് കാപ്പി കണ്ടുപിടിച്ചതുകൊണ്ട് കാപ്പി കുടിക്കരുതെന്ന് പോപ്പ് പറഞ്ഞെങ്കിൽ ഇന്ന് അതേ നിമിഷപ്രിയ ടോമി വർഗീസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി യമനിൽ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ആ യമനിലെ സൂഫി പണ്ഡിതരാണ്. ഇതാണ് കാലം നൽകുന്ന തിരിച്ചടി. സത്യത്തിൽ ഈ വിഷയത്തിൽ നിലവിലുണ്ടായ ഒരു ഇടപെടൽ, അതിന്റെ ഭാവി എന്താകും നമുക്കറിയില്ല. ഈ രാജ്യത്തെ വർഗീയവാദികൾക്ക് ഏത് വിഷയങ്ങളെയും മുസ്ലിമീങ്ങൾക്കെതിരെ തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുന്ന സംഘികൾക്കും പ്രസംഗികൾക്കും ഉൾപ്പെടെയുള്ള വർഗീയ ആളുകൾക്ക് അവരുടെ തലയിലേറ്റ വലിയൊരു അടിയാണ് സത്യം പറഞ്ഞാൽ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേരളത്തിൽ നിന്ന് ചില പണ്ഡിതരും യമനിലെ സൂഫി പണ്ഡിതരും ഇടപെട്ടു എന്നുള്ളത്. ദൗത്യം വിജയിച്ചാലും ഇല്ലെങ്കിലും പരിശുദ്ധ ഇസ്ലാമിന്റെ കൃത്യമായ മാനവികതയുടെ സന്ദേശം ലോകത്ത് ചർച്ച ചെയ്യാൻ ഈ സംഭവം കാരണമാകുന്ന വിഷയത്തിൽ തർക്കമൊന്നുമില്ല. പരിശുദ്ധ ഇസ്ലാം ജീവന് വലിയ വില നൽകുന്നൊരു മതമാണ്. അത് മനുഷ്യന്റെ ജീവന് മാത്രമല്ല, ജീവനുള്ള ഏതിന്റെയും ജീവന് ഇസ്ലാം വലിയ വില നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് അകാരണമായ ഒരു ഉറുമ്പിനെ പോലും നമുക്ക് കൊല്ലാൻ അനുവാദമില്ല. ഭക്ഷിക്കാനല്ലാതെ ഒരു മൃഗത്തെ കൊല്ലാൻ പാടില്ല. ജീവൻ കൊടുക്കാൻ നമുക്കാർക്കും കഴിയില്ല. അതുകൊണ്ട് ഒന്നിന്റെയും ജീവൻ എടുക്കരുത്. ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളത് വലിയ പാതകമാണ്. ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചത് ഒരാളെ കൊല്ലുന്നത് സർവരെയും കൊല്ലുന്നതിന് തുല്യം എന്നാണ്. ഒരാളെ കൊല്ലാതെ വിടുന്നത് സർവർക്കും ജീവൻ കൊടുക്കുന്നതിന് തുല്യമെന്നാണ്. ഇത്രമേൽ ഒരു മനുഷ്യന്റെ ജീവന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വില കൽപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ശിക്ഷാവിധികളെ കുറിച്ച് പല നിലയ്ക്കുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ക്രൂരമാണെന്നും മൃഗീയമാണെന്നും കാടത്തമാണെന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഒരു ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. പരിശുദ്ധ ഇസ്ലാം ഖിസാസ് എന്നൊരു നിയമം ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അതെന്തിനാണ്? പ്രതിക്രിയ ഇസ്ലാം നിശ്ചയിച്ചതിന്റെ ലക്ഷ്യം ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വലക്കും ഫിൽ ഖിസാസ് ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. നിങ്ങൾക്ക് ഖിസാസിൽ ജീവിതമുണ്ട് എന്നാണ്. പ്രതിക്രിയയിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട്. ഒരാളെ കൊല്ലുന്നത് അയാളുടെ ജീവൻ കളയാൻ വേണ്ടിയല്ല, ലോകത്തുള്ള സർവ്വരും ജീവിക്കാൻ വേണ്ടിയാണ്. കൊലപാതകിയെ തിരിച്ചു കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് കൊലക്കത്തിയുമായി ആരും ഇറങ്ങി പുറപ്പെടരുത്. കൊലയ്ക്ക് തിരിച്ചു കൊലയാണ് ശിക്ഷ. ഈ മഹനീയമായ മാതൃക പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് ലോകത്ത് കൊലപാതകങ്ങൾ ഇല്ലാതിരിക്കാനാണ്. ആരും ആർക്കെതിരെയും ആയുധമെടുക്കാതിരിക്കാനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം അന്ന നഫ്സ ബിന്നഫ്സി വൽ ഐന ബിൽ ഐനി, കൊലയ്ക്ക് പകരം കൊല, കണ്ണിന് പകരം കണ്ണ്, ഇങ്ങനെ മനുഷ്യന്റെ ജീവൻ അപഹരിക്കുന്നതിനും മനുഷ്യന്റെ അവയവങ്ങളെ നഷ്ടപ്പെടുത്തുന്നതിനും കൃത്യമായി പരിശുദ്ധ ഇസ്ലാം ഖിസാസ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തീർന്നില്ല. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ 5 തരത്തിലുള്ള ശിക്ഷകളെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ومن يقتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها وغضب الله عليه ولعنه وأعد له عذابا أليما.
ഒരു മുഅ്മിനായ മനുഷ്യനെ ഒരാൾ കൊന്നാൽ, മനഃപൂർവ്വം ബോധപൂർവം കൊന്നാൽ, ഫജസാഉഹു ജഹന്നം, അവന് നാളെ കിട്ടാനിരിക്കുന്ന നരകം തന്നെയാണ്. ഒന്ന്, ഖാലിദൻ ഫീഹ, നരകത്തിൽ ശാശ്വതമാണ്. തന്നെയല്ല വഗളിബല്ലാഹു അലൈഹി, അള്ളാഹു അവന്റെ മേൽ കോപിച്ചിരിക്കുകയാണ്. പടച്ചോന്റെ കോപം ലഭിച്ചവനാണ് ആ കൊലയാളി. വലഅനഹു, അള്ളാഹുവിനെ ശപിച്ചിരിക്കുകയാണ്. അഞ്ചാമതായി വഅദ്ദലഹു അദാബൻ അലീമ, വേദനാജനകമായ ശിക്ഷ പടച്ച തമ്പുരാൻ ഒരുക്കി വച്ചിട്ടുണ്ട്. അപ്പൊ കൊലയ്ക്ക് ആഖിറത്തിൽ കിട്ടുന്ന 5 ശിക്ഷകളെ കുറിച്ചാണ് ഈ ആയത്ത് പരിചയപ്പെടുത്തുന്നത്. ഇന്ന അവ്വലമാ യുഖ്ളാ ബൈനന്നാസി യൗമൽ ഖിയാമത്തി ഫിദ്ദിമാ, അന്ത്യനാളിൽ ആദ്യം അള്ളാഹു വിചാരണ ചെയ്യുന്നത്, മനുഷ്യർക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ ആദ്യമായി വിചാരണ നടത്തുന്നത് കൊലപാതകത്തിന്റെ വിഷയത്തിലാണ്. കൊലയുടെ വിചാരണയാണ് ആദ്യം നാളെ മഹ്ശറിൽ നടക്കുക. അതുകൊണ്ട് കൊലപാതകം പാതകമാണ്, അത് വലിയ പ്രശ്നമാണ്. ദുനിയാവിലും ആഖിറത്തിലും വലിയ നിയമമാണ്. ഈ നിലയ്ക്ക് കൊലപാതകത്തെ ഖുർആൻ പരിചയപ്പെടുത്തുകയും അതിനുവേണ്ടി ഖിസാസിനെ ഖുർആൻ നിശ്ചയിക്കുകയും ചെയ്തു. അതൊരു കാടൻ നിയമമാണ് എന്ന ആക്ഷേപം അസ്ഥാനത്താണ്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, പിന്നെ എന്ത് നിയമമാണ് നിങ്ങൾക്ക് വേണ്ടത്? അഫഹുക്കുമൽ ജാഹിലിയ്യത്തി യബ്ഗൂൻ, ജാഹിലിയ നിയമമാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? എന്തായിരുന്നു ജാഹിലിയത്തിലെ നിയമം? പരിശുദ്ധ ഖുർആൻ വരുന്നതിന് മുമ്പ് അറേബ്യയിലുണ്ടായിരുന്ന നിയമം ലാ യഗ്സിലു ദമ ഇല്ല ദമു, ഇതായിരുന്നു. രക്തത്തെ രക്തം കൊണ്ടേ കഴുകാൻ പറ്റൂ. ഇതായിരുന്നു അറബികളുടെ വിശ്വാസം. കൊന്നാൽ തിരിച്ചു കൊല തന്നെ. രക്തത്തെ കഴുകാൻ രക്തം കൊണ്ടല്ലാതെ കഴിയില്ല എന്ന് വിശ്വസിച്ച കാട്ടറബികൾ 70 വർഷക്കാലം പരസ്പരം യുദ്ധം ചെയ്ത അറാബികൾ, അവരുടെ മുന്നിലാണ് പരിശുദ്ധ ഇസ്ലാം 3 ഓപ്ഷൻ വച്ചത്. ഒരു അറാബിയോട് ചോദിക്കുകയാണ്, അയുസിറുക അൻ തദ്ഖുലൽ ജന്ന, നിന്നോട് വലാ തുസിഉ ഇലാ മൻ അസഅക, നിന്നോട് ഒരാൾ മോശമായി പെരുമാറുമ്പോൾ അവനോട് നീ മോശമായി പെരുമാറാതെ അവന് മാപ്പ് കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ നിനക്ക് ഇഷ്ടമുണ്ടോ എന്നൊരു അയറാബിയോട് ചോദിച്ചാൽ അയറാബി പറയുന്ന മറുപടി ഉണ്ട്, ബൽ യുസിറുനി, എന്നെ സന്തോഷിപ്പിക്കുന്നത് അൻ അഖ്തുലഹു, എന്നോട് മോശമായി പെരുമാറിയവനെ കൊന്നിട്ട് വഅദ്ഖുലന്നാറ, നരകത്തിൽ പോകലാണ് എനിക്കിഷ്ടം. അത്ര പോലും വിട്ടുവീഴ്ചയ്ക്ക് മാപ്പിന് തയ്യാറില്ലാത്ത ഒരു കാട്ടറബി സമൂഹത്തിലാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കൊന്നാൽ ഖിസാസ് ഉണ്ട്. ഖിസാസ് മാത്രമല്ല, മാപ്പ് കൊടുക്കാൻ അവകാശമുണ്ട്. മൂന്നാമത്തത് നഷ്ടപരിഹാരം വാങ്ങാൻ അവകാശമുണ്ട്. ഏറ്റവും നല്ലത് മാപ്പ് കൊടുക്കലാണ്. കൊലയാളിക്ക് വെറുതെ മാപ്പ് കൊടുക്കുക. അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു ചോദിക്കുന്നുണ്ട്, പടച്ചോൻ നിങ്ങൾക്ക് മാപ്പ് തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക. അപ്പൊ കൊലയാളിക്ക് മാപ്പ് കൊടുക്കാനാണ് ഒന്നാമത്തത്. ഇല്ലെങ്കിൽ നഷ്ടപരിഹാരം വാങ്ങി അത് പൊരുത്തപ്പെടുക, അല്ലെങ്കിൽ തിരിച്ചു കൊല്ലുക. ജാഹിലിയത്തിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. കൊലയ്ക്ക് കൊലയല്ലാതെ മറ്റൊരു പരിഹാരം ഉണ്ടായിരുന്നില്ല. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു നിയമം അവതരിപ്പിച്ചുകൊണ്ട് മഹനീയമായ ഒരു മാനവികതയുടെ മാതൃക പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും യഥാർത്ഥത്തിൽ ശിക്ഷയല്ല. കൊലയാളിക്ക് കിട്ടേണ്ട യഥാർത്ഥ ശിക്ഷ പരലോകത്ത് മാത്രമേ കിട്ടൂ. ഇവിടെ എങ്ങനെയാണെങ്കിലും നമുക്ക് ശിക്ഷിക്കാൻ കഴിയില്ല. ഇവിടെയുള്ളത് ശിക്ഷണം മാത്രമാണ്. ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ അയാളുടെ മനസ്സറിയണം. ഒരു കൊലയാളിയുടെ മാനസികാവസ്ഥ അറിയാതെ അയാൾക്ക് ശിക്ഷ കൊടുക്കാൻ കഴിയില്ല. അതറിയുന്നവർ പടച്ച തമ്പുരാൻ മാത്രമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കൊലപാതകത്തിന്റെ ശിക്ഷ പരലോകത്തെ കിട്ടൂ. ഇവിടെ നാം കൊടുക്കുന്നത് ഒരു ശിക്ഷണം മാത്രമാണ്. അതൊരു ശിക്ഷ എന്ന് വേണമെങ്കിൽ പറയാം. രാജ്യം സമാധാനത്തോടെ നീങ്ങണം. രാജ്യത്തെ പൗരന്മാർക്ക് സ്വസ്ഥമായി ഇവിടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ ഒരു കൊലയാളിയെ വെറുതെ വിടാൻ പാടില്ല. കൊലയാളിക്ക് ശിക്ഷ കിട്ടണം. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ശിക്ഷ ഈ ദുനിയാവിൽ ഇങ്ങനെ ഒരു ശിക്ഷ തീരുമാനിച്ചിരിക്കുന്നത്. അത് തന്നെ എല്ലാതരം കൊലപാതകത്തിനും കൊലയല്ല ശിക്ഷ. 3 തരം കൊലയുണ്ട്. അംദ്, മനഃപൂർവ്വം കൊല്ലുക. ബോധപൂർവ്വം ഒരാളെ കൊല്ലാൻ ഉദ്ദേശിച്ച് കൊല്ലുക. അതിനു മാത്രമേ പകരം കൊലയുള്ളൂ. വേറെ 2 കൊലപാതകമുണ്ട്. ശിബഹുൽ അംദ്, സാധാരണ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആയുധം കൊണ്ട് കൊല ഉദ്ദേശിക്കാതെ ഒരാളെ ആക്രമിച്ചു, അയാൾ മരിച്ചുപോയി. അത് ബോധപൂർവ്വമുള്ള കൊലയല്ല. അതിന് തിരിച്ചു കൊല്ലാൻ പറ്റൂല. നഷ്ടപരിഹാരം മേടിക്കും. പിഴവ് പറ്റിയൊരു കൊല സംഭവിച്ചു, അബദ്ധത്തിലൊരു കൊല സംഭവിച്ചു, അതിനും പ്രതികാരം തിരിച്ചു കൊല്ലലല്ല, നഷ്ടപരിഹാരം മേടിക്കലാണ്.
ഇത് ബോധപൂർവമാണ് കൊന്നതെന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്, കൊല്ലപ്പെട്ടവന്റെ ആളുകളല്ല. കോടതി കൊലയെക്കുറിച്ച് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ മാപ്പ് കൊടുക്കാനും നഷ്ടപരിഹാരം വാങ്ങാനും തിരിച്ചു കൊല്ലാനുമുള്ള അവകാശം തീർച്ചയായിട്ടും കൊല്ലപ്പെട്ടവന്റെ ആളുകൾക്കുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതും നടപ്പിലാക്കേണ്ടത് കോടതിയാണ്, ഗവൺമെന്റാണ്. അപ്പൊ ഇത്രയും മാനവികമായൊരു നിയമം, മനുഷ്യത്വത്തിന് നിരക്കുന്നൊരു നിയമത്തെയാണ് കാടൻ നിയമം എന്ന പേരിൽ സത്യം പറഞ്ഞാൽ ഇന്ന് ആക്ഷേപിക്കുന്നത്. ഒരാൾ കൊല്ലപ്പെടുമ്പോൾ കൊല്ലപ്പെട്ട ആളുടെ മക്കൾ ദുഃഖിതരാണ്, അദ്ദേഹത്തിന്റെ കുടുംബം ദുഃഖിതരാണ്. ആ ദുഃഖിതരായ കുടുംബാംഗങ്ങൾക്കൊരു താൽക്കാലിക ആശ്വാസം കിട്ടാൻ എന്നേക്കുമായി കൊലയാളിയോടും കൊലയാളിയുടെ കുടുംബക്കാരോടുമുള്ള ഇവരുടെ പക അവസാനിക്കാൻ ഇസ്ലാം കണ്ടൊരു മാർഗമാണ് ഈ രീതി എന്ന് പറയുന്നത്. കൊലയാളി കൊല്ലപ്പെടുന്നതോടുകൂടി സമാധാനം കിട്ടി, നീതി കിട്ടിയെന്നൊരു തോന്നൽ തീർച്ചയായിട്ടും കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിനുണ്ടാകും. അതല്ലേ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി തന്റെ കാമുകനെ വിഷം കൊടുത്തു കൊന്നപ്പോ കോടതി വധശിക്ഷ വിധിച്ചപ്പോൾ ഗ്രീഷ്മയുടെ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് നീതി കിട്ടിയെന്ന. കൊലയാളിയെ തിരിച്ചു കൊല്ലാൻ വേണ്ടി കോടതി വിധിക്കുമ്പോഴേ നീതി കിട്ടിയെന്നുള്ള ബോധം മനുഷ്യന് വരുന്നുള്ളൂ, കൊല്ലപ്പെട്ടവന്റെ ആളുകൾക്ക് വരുന്നുള്ളൂ. ഇസ്ലാം എപ്പോഴും ഇരയുടെ കൂടെയാണ്, വേട്ടക്കാരന്റെ കൂടെയല്ല. ഇരയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇരയുടെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ടാണ് ഈ ഒരു രീതി പരിശുദ്ധ ഇസ്ലാം ഇവിടെ തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ കൊലയാളികൾക്കുള്ള താക്കീതാണ്, കൊന്നാൽ ഇതായിരിക്കും ശിക്ഷ, ആരും ആർക്കെതിരെയും കത്തിയെടുക്കരുത്. ഈ ആയുധമെടുത്താൽ കിട്ടാനിരിക്കുന്ന ശിക്ഷ ഇതായിരിക്കുമെന്ന് കൊലയാളികൾക്കൊരു മുന്നറിയിപ്പ് നൽകുക എന്നുകൂടി ഇതിന്റെ ഉദ്ദേശമാണ്. അതുകൊണ്ടല്ലേ വധശിക്ഷ എന്ന് പറയുന്നത് ഇന്നും പല രാജ്യങ്ങളിലുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങളിൽ മാത്രമല്ലല്ലോ, എത്രയോ രാജ്യങ്ങൾ വധശിക്ഷ ഇന്നും നിലനിർത്തിയിട്ടുണ്ട്, എടുത്തു കളഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? കൊലപാതകി വധശിക്ഷ അർഹിക്കുന്നുണ്ട്. കൊലപാതകിയെ കൊല്ലുക എന്നുള്ള ന്യായമാണ്, നീതിയാണ്. അതുകൊണ്ടാണ് വധശിക്ഷ ഇന്ന് പല സ്ഥലത്തും നിലനിൽക്കുന്നത്. മറിച്ച് നമുക്കറിയാം, കൊലപാതകിയെ വർഷങ്ങളോളം ജയിലിലിട്ട് സർക്കാർ ചെലവിൽ ഭക്ഷണം കൊടുത്ത് തീറ്റിപ്പോറ്റി, നമ്മുടെ ചെലവിൽ തന്നെ ഒരു കൊലപാതകി സർക്കാർ ചെലവിൽ ജയിലുകളിൽ കഴിയേണ്ട ഒരവസ്ഥ, അതെങ്ങനെയാണ് നീതിയാകുക? ജീവപര്യന്തം ശിക്ഷിച്ചു, കുറെ വർഷങ്ങൾ ജയിലിൽ കിടന്നു, സുഭിക്ഷമായ ഭക്ഷണം, സുഭിക്ഷമായ ജീവിതം. ഇതാണ് ഒരു കൊലപാതകിക്ക് കൊടുക്കുന്ന ശിക്ഷ എങ്കിൽ അത് നൽകുന്ന സന്ദേശം എന്താണ്? ആർക്കും ആരെയും കൊല്ലാം, എന്നിട്ട് സുഖമായി ജയിലിൽ പോയി ജീവിക്കാമെന്ന സന്ദേശമാണ് നൽകുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം കൊന്നവനെ തിരിച്ചു കൊന്നുകൊണ്ട് ഇരയ്ക്ക് നീതി നേടിക്കൊടുക്കണം എന്നുള്ള ഒരു ഭാഗത്ത് പരിശുദ്ധ ഇസ്ലാം നിൽക്കുന്നത്. അത് സംശയാസ്പദം ഉള്ള സന്ദർഭത്തിൽ കൊല്ലാൻ പറ്റൂല. സംശയാതീതമായി കുറ്റം തെളിയണം. എന്തെങ്കിലും സംശയം നിലനിൽക്കുമ്പോൾ വധശിക്ഷയ്ക്ക് അവകാശമില്ല. ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ കൊലപാതകങ്ങൾ തെളിഞ്ഞാൽ മാത്രമേ കൊല്ലപ്പെടാൻ പാടുള്ളൂ. അതുപോലെ ഒരാളെ കൊല്ലാൻ വേണ്ടി എത്ര പേര് പങ്കാളികളായാലും എല്ലാവരെയും കൊല്ലപ്പെടുകയും ചെയ്യും. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് സൻആ എന്ന് പറയും, ഇന്നത്തെ യമനിന്റെ തലസ്ഥാനമായ സൻആയിൽ, ഇതേ സൻആയിൽ തന്നെ ഒരു കൊലപാതകം നടന്നു. ഒരു കുട്ടിയെ കൊന്നു. ഒരു പെണ്ണിന് അവളുടെ ഭർത്താവ് വിദേശത്താണ്, അവൾക്ക് പല കാമുകന്മാരുണ്ട്. ഇവരോടൊത്തുള്ള ജീവിതത്തിന് കുട്ടി തടസ്സമാണെന്ന് മനസ്സിലാക്കി ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് യമനിൽ സൻആയിൽ ഒരു കുട്ടിയെ കൊന്ന് കഷ്ണമാക്കി. ഒരു കിണറിൽ അവർ കുഴിച്ചിട്ടു. ഇതേപോലത്തെ സംഭവങ്ങൾ അന്നുണ്ട്. കിണറിൽ നിന്നും ദുർഗന്ധം വരുന്നത് അറിഞ്ഞ ആളുകൾ പരാതിപ്പെട്ടു. അന്വേഷണത്തിൽ പിടികൂടി 7 പേര്. ഈ കൊലയ്ക്ക് പിന്നിൽ 7 പേരുണ്ടെന്ന് മനസ്സിലാക്കി ഉമർ റളിയല്ലാഹു 7 പേരെയും വധശിക്ഷയ്ക്ക് വിധിച്ചു. ഈ സ്ത്രീ ഉൾപ്പെടെ സ്ത്രീയുടെ കാമുകന്മാരെയും വധശിക്ഷയ്ക്ക് വിധിച്ചു. എന്നിട്ട് ഉമർ റളിയല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഈ നാട്ടുകാരെ മുഴുവനും ഈ ഒരു കുഞ്ഞിനെ കൊല്ലുന്നതിൽ പങ്കാളികളായിരുന്നെങ്കിൽ നാട്ടുകാരെ മുഴുവനും ഞാൻ കൊല്ലുമായിരുന്നു. ഒരാളെയും വെറുതെ വിടൂല. കൊലയ്ക്ക് കൊലയാണ് ശിക്ഷ. ഒരു മനുഷ്യന് ലോകത്ത് കൊല്ലപ്പെടാൻ പാടില്ല. അല്ലാമ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. കുറച്ചാളുകൾ കൂടി ഒരു സ്ത്രീയെ അവരുടെ ഇംഗിതത്തിന് വേണ്ടി ക്ഷണിച്ചു. സ്ത്രീ സമ്മതിച്ചില്ല. അവരൊരു കഥ മെനഞ്ഞുണ്ടാക്കി. എന്തായിരുന്നു കഥ? ഈ സ്ത്രീ ഒരു നായയുമായി ഇണചേരുന്നത് ഞങ്ങൾ കണ്ടു എന്നാണ് അവരുണ്ടാക്കിയ കഥ. കോടതിയിൽ ചെന്ന് പറഞ്ഞു, ഈ സ്ത്രീ ഒരു നായയുമായി ഇണചേരുന്നത് ഞങ്ങൾ കണ്ടു എന്ന് കോടതിയിൽ സാക്ഷി പറഞ്ഞു. കോടതി ഇവരെല്ലാം വിളിച്ചിട്ട് മാറ്റി മാറ്റി നിർത്തി ചോദ്യം ചെയ്തു, എന്തായിരുന്നു നായയുടെ നിറം? പലരും പല നിറങ്ങൾ പറഞ്ഞു.
അല്ലാമ ഇബ്നു കസീർ എഴുതുന്നുണ്ട്, എല്ലാവരെയും ആ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. കോടതിക്ക് ബോധ്യപ്പെട്ട് ഇവർ പറയുന്ന കളവാണ്, ആ പെണ്ണിന്റെ പേരിൽ ഉണ്ടാക്കിയ അപരാധ കഥയാണെന്ന് മനസ്സിലാക്കിയപ്പോ പെണ്ണിനെ വെറുതെ വിടുകയും ഈ പറഞ്ഞ ആളുകളെല്ലാം കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ കൊലപാതകത്തിന് വധശിക്ഷ കൊടുക്കുന്നത് നീതിയും ന്യായവും ധർമ്മവും ലോകത്ത് നിലനിൽക്കാൻ വേണ്ടിയാണ്. അതാണ് പരിശുദ്ധമായി ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ ഒരു കാടൻ നിയമമെന്ന് ആക്ഷേപിക്കുന്നവർ, നമുക്കറിയാം ഈ രാജ്യത്ത് പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും പലരും പറഞ്ഞല്ലോ ഇവിടെ വേണ്ടത് ഇസ്ലാമിന്റെ നിയമമാണ്. ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നു. ഇന്നും പെൺകുട്ടികൾക്ക് ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടിയാ. എന്തുകൊണ്ട്? ഗോവിന്ദസ്വാമിയുടെ പ്രേതം, ആ ഒരു പേടി എന്നും പെൺകുട്ടികളുടെ മനസ്സിലുണ്ട്. അപ്പൊ ഈ രാജ്യത്തെ പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയണമെങ്കിൽ ഗോവിന്ദസ്വാമി കൊല്ലപ്പെടണം, ഗോവിന്ദസ്വാമിക്ക് ആ രീതിയിൽ ശിക്ഷ ലഭിക്കണം, ക്യാപിറ്റൽ പണിഷ്മെന്റ് ലഭിക്കണം. എന്തിന്? അതൊരാളുടെ ജീവൻ കളയാൻ വേണ്ടിയില്ല, നമ്മുടെ ആർത്തിയല്ല, ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ട്രെയിൻ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടി. അപ്പൊ മനുഷ്യർക്ക് രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കാൻ, സമാധാന അന്തരീക്ഷം ലോകത്തുണ്ടായി തീരാൻ വേണ്ടി ഇത്തരത്തിലൊരു നിയമം അനിവാര്യമായതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ അത് നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാതെ ആളുകളുടെ ജീവൻ കളയലില്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇദ്റഉൽ ഹുദൂദ്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പരമാവധി മുസ്ലിമീങ്ങളുടെ ശിക്ഷ ഒഴിവാക്കാൻ നോക്കണം. ആരെയും ശിക്ഷിക്കാനല്ല നോക്കേണ്ടത്, ശിക്ഷ ഒഴിവാക്കാനാണ് നോക്കേണ്ടത്. കാരണം ഒരു ഭരണാധികാരിക്ക് തെറ്റുപറ്റുക എന്നുള്ളത്, മാപ്പ് കൊടുക്കുന്ന വിഷയത്തിൽ തെറ്റുപറ്റുക എന്നുള്ളത് ശിക്ഷയുടെ വിഷയത്തിൽ തെറ്റുപറ്റുന്നതിനേക്കാൾ നല്ലതാണ്. അതിന്റെ ഒരു മറ്റൊരർത്ഥമാണ് നമ്മൾ പറയാറുണ്ട്, 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതാണ് ഈ ഹദീസിന്റെ അർത്ഥം. അതുകൊണ്ട് പരമാവധി ശിക്ഷ ഒഴിവാക്കാനാണ് നോക്കേണ്ടത്. മായിസ് റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ചു. റസൂലിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു, തഹ്ർനി യാ റസൂലുള്ളാഹ്, എന്നെ ശുദ്ധീകരിക്കണം റസൂലേ. റസൂലിന് കാര്യം മനസ്സിലായി. പക്ഷെ റസൂൽ പറഞ്ഞു, വൈഹക്, നിനക്ക് നാശം, പോയി തൗബ ചെയ്യേ, ഇസ്തിഗ്ഫാർ ചെയ്യേ. നീ വ്യഭിചരിച്ചല്ലേ, നിനക്ക് കൊല്ലാന്നല്ല പറഞ്ഞത്. നബി തിരിച്ചുവിട്ടു അദ്ദേഹത്തെ. അദ്ദേഹം കുറച്ച് മാറി നിന്നിട്ട് അദ്ദേഹത്തിന് സമാധാനം വരുന്നില്ല, തിരിച്ചു വന്ന് പറഞ്ഞു, തഹ്ർനി യാ റസൂലുള്ളാഹ്, എന്നെ ശുദ്ധീകരിക്കണം റസൂലേ. അപ്പോഴും പറഞ്ഞു, വൈഹക്, നാശം, പോയി തൗബ ചെയ്യേ, ഇസ്തിഗ്ഫാർ ചെയ്യേ. അദ്ദേഹം കുറച്ച് മാറി നിന്നിട്ട് വീണ്ടും തിരിച്ചു വന്നു, തഹ്ർനി യാ റസൂലുള്ളാഹ്, എന്നെ ശുദ്ധീകരിക്കണം റസൂലേ. വീണ്ടും റസൂൽ പറഞ്ഞു, വൈഹക്, പോയി തൗബ ചെയ്യേ, ഇസ്തിഗ്ഫാർ ചെയ്യേ. ഇദ്ദേഹം കുറച്ച് മാറി നിന്നിട്ട് ഇദ്ദേഹത്തിന് പോകാൻ കഴിയുന്നില്ല. കാരണം മനസ്സിൽ ആ കുറ്റബോധം കിടക്കുകയാണ്. അള്ളാന്റെ കോടതിയിൽ ഇതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടരുത്, വ്യഭിചാരത്തിന്റെ പേരിൽ. വീണ്ടും വന്നു പറഞ്ഞു, തഹ്ർനി യാ റസൂലുള്ളാഹ്, എന്നെ ശുദ്ധീകരിക്കണം റസൂലേ. റസൂൽ ചോദിച്ചു, ഞാൻ എന്തിൽ നിന്നാണ് നിന്നെ ശുദ്ധീകരിക്കേണ്ടത്? അപ്പൊ പറഞ്ഞു, മിനസ്സിന, വ്യഭിചാരത്തിൽ നിന്ന്, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. ആരും കണ്ടിട്ടില്ല, ഒരു സാക്ഷിയുമില്ല. പക്ഷേ റസൂലിന്റെ മുന്നിൽ വന്നുകൊണ്ട് തെറ്റേറ്റു പറയുകയാണ്. 3 പ്രാവശ്യം റസൂൽ അദ്ദേഹത്തെ മടക്കി വിടുകയാണ്, പോയി തൗബ ചെയ്യേ, ഇസ്തിഗ്ഫാർ ചെയ്യേ. 4-മതും വന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, ഇവന് ഭ്രാന്തുണ്ടോ? ഇവന് ഭ്രാന്തുണ്ടോ? സഹാബത്ത് പറഞ്ഞില്ല, അവനൊരു ഭ്രാന്തുള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. വീണ്ടും ചോദിച്ചു, മദ്യപിച്ചിട്ടുണ്ടോ? ലക്കില്ലാതെ പറയുന്നതാണോ? ഒരാൾ എഴുന്നേറ്റ് എന്റെ വായ മണത്തു നോക്കി മായിസ് റളിയല്ലാഹുവിന്റെ. എന്നിട്ട് പറഞ്ഞില്ല, മദ്യത്തിന്റെ മണമൊന്നുമില്ല, മദ്യപിച്ചിട്ടില്ല. ഉറപ്പുവരുത്താണ്, ഒരു നിരപരാധിയായിരിക്കരുത് ഞാൻ ഈ കൊല്ലുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഉറപ്പുവരുത്തിയാണ്. ഒരു നിലയ്ക്കും പ്രശ്നങ്ങളില്ല, മദ്യപിച്ചിട്ടില്ല, ഭ്രാന്തില്ല എന്ന് മനസ്സിലായി ഇയാൾ തെറ്റേറ്റു പറയുന്ന ഒരു ഘട്ടത്തിലാണ് മായിസ് റളിയല്ലാഹുവിനെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലപ്പെട്ടു. അപ്പോഴും മായിസ് വിചരിച്ചൊരു പെണ്ണില്ലേ, ആ പെണ്ണിനെ കുറിച്ച് റസൂൽ ചോദിക്കുന്നില്ല. കാരണം ആ പെണ്ണിനെ നമ്മൾ അറിഞ്ഞ് കൊല്ലുക എന്ന് നമ്മുടെ ലക്ഷ്യമല്ല. രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. പറഞ്ഞതിന്റെ അർത്ഥം ആളുകളെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയൊരു നിയമമല്ല, ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു നിയമമാണ് ഖിസാസ് എന്ന് പറയുന്നത്. അത് നിലനിൽക്കുന്ന അറബ് രാഷ്ട്രങ്ങളിൽ, ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ കൊലപാതകം കുറവാണ്. കാരണം ശിക്ഷ, പണിഷ്മെന്റ്, ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടുമെന്നറിയുന്ന സമയത്ത് കൊലപാതകം കുറയും. ഇങ്ങനൊരു നിയമം ഇസ്ലാമിലല്ലാതെ ലോകത്തുനിന്ന് കാണാൻ കഴിയില്ല. ഇന്ത്യ രാജ്യത്ത് പോലും ഒരാളെ കൊന്നു കഴിഞ്ഞാല് കോടതിയാണ് ശിക്ഷ വിധിക്കേണ്ടത്. ഒരിക്കലും കൊല്ലപ്പെട്ടവന്റെ അനുയായികൾക്ക് മാപ്പ് കൊടുക്കാൻ അവകാശമില്ല, ശിക്ഷ നടപ്പിലാക്കും. അവിടെയാണ് ഇസ്ലാം പറയുന്നത് നഷ്ടപരിഹാരം സ്വീകരിച്ചുകൊണ്ട് മാപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ നിരുപാധികം മാപ്പ് കൊടുക്കാം. എന്താണ് നഷ്ടപരിഹാരം? 100 ഒട്ടകം. 100 ഒട്ടകം, 4 വയസ്സുള്ള 30 ഒട്ടകം, 5 വയസ്സുള്ള 30 ഒട്ടകം, ഗർഭിണികളായ 40 ഒട്ടകം. ഏകദേശം 2 കോടി രൂപ ഇന്നത്തെ വില വരും. ഒട്ടകം ഇല്ലാത്തതുകൊണ്ട് അതിന്റെ വിലയാണ് കൊടുക്കേണ്ടത്.
അപ്പോൾ ചോദിക്കും, റഹീമിന്റെ വിഷയത്തിൽ 34 കോടി രൂപയാണ് റഹീമിന്റെ ആളുകൾ റഹീമിനെ വേണ്ടി കൊടുക്കേണ്ടി വന്നത് സൗദി. എന്താ കാരണം? ബോധപൂർവമുള്ള കൊലയെ സംബന്ധിച്ചിടത്തോളം 100 ഒട്ടകത്തിൽ കൂടുതലും ചോദിക്കാം. ബോധപൂർവം കൊന്നു കഴിഞ്ഞാൽ 100 ഒട്ടകത്തിൽ കൂടുതലും ചോദിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അതിന് മുസാലഹ എന്നാ പറയുക. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ മുസാലഹയെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ജീവൻ അത്രയും വിലയുണ്ട്. നമുക്കറിയാം, ഇവിടെ ഒരാൾ കൊല്ലപ്പെട്ടാൽ, അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവർക്ക് 1 കോടി കിട്ടി. ഇവിടെ വല്ല ആനയും കുത്തി കൊന്നാൽ എത്ര കിട്ടുക? കിട്ടിയാൽ 10 ലക്ഷം. പിന്നെ ഒരു സർക്കാരിന്റെ ജോലി. ഇസ്ലാം ഒരു മനുഷ്യന് വിലയിടുന്നു 10 ലക്ഷമല്ല, 1 കോടിയല്ല. മനുഷ്യന്റെ ജീവന് വിലയിടാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ഒരു പ്രതിഫലം എന്ന നിലയ്ക്ക് ഇത് പരിശുദ്ധ ഇസ്ലാം നിശ്ചയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഉണ്ടായ സംഭവത്തിൽ നിമിഷപ്രിയയുടെ വിഷയത്തിൽ നമ്മൾ നിമിഷപ്രിയ ജീവിക്കണമെന്ന പക്ഷത്താണ്. ഒരിക്കലും നിമിഷപ്രിയ കൊല്ലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. അവർ ജീവിക്കട്ടെ, അവർക്ക് പശ്ചാത്തപിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ കൊലപാതകികളെ കൊല്ലുന്നത് അവർക്ക് മാനസാന്തരത്തിലുള്ള അവസരം നഷ്ടപ്പെടില്ല എന്ന ചിലരൊക്കെ ചോദിക്കുക. തൗബ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുകയല്ലെന്ന അവരോട് ചോദിക്കാനുള്ളത്, ഈ കൊല്ലപ്പെട്ട ആളുകൾക്ക് നീതി ലഭിക്കണ്ടേ? ഇരയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണ്ടേ? അതുകൊണ്ട് നിമിഷപ്രിയ ജീവിക്കട്ടെ. അവർക്ക് വേണ്ടി ആരെല്ലാം പരിശ്രമിക്കുന്നുണ്ടോ, എവിടെയെല്ലാം ചർച്ചകൾ നടത്തുന്നുണ്ടോ, ആ ചർച്ചകളൊക്കെ വിജയിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഒരാൾ കൊല്ലപ്പെട്ട് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇവിടെ പരിഹാരത്തിന് വേണ്ടി ചർച്ച ചെയ്യുന്ന ആളുകൾ കാണാതെ പോകാത്ത കാണേണ്ടി വരുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു നിമിഷപ്രിയയുടെ ജീവൻ മാത്രമല്ല, ഇവിടെ ആയിരക്കണക്കായ മനുഷ്യന്മാരുടെ ജീവൻ അപകടത്തിലാകുന്ന പല പ്രതിസന്ധികളും ഇന്ത്യ രാജ്യത്ത് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസാം, എന്താണ് നമ്മൾ ആസാമിൽ കാണുന്നത്? 10-50 വർഷമായി ഒരു സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്ന മനുഷ്യന്മാരെ അവരൊരു സമുദായത്തിൽ ജനിച്ചു എന്നതിന്റെ പേരിൽ, മുസ്ലിം പേരാണെന്നതിന്റെ പേരിൽ ബുൾഡോസർ വെച്ച് അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തുകയാണ്. ആയിരക്കണക്കിന് വീടുകളാണ് ഒരു മാസത്തിനുള്ളിൽ ഇടിച്ചു നിരത്തിയത്. 10,000-കണക്കിന് മനുഷ്യന്മാരാണ് വീടില്ലാതെ ആസാമിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ. ഇവരെ കാണാതെ പോകരുത്. ഒരാൾ ഇന്നലെ വെടിയേറ്റ് മരിച്ചു. ഹേമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ആസാം മുഖ്യമന്ത്രി വർഗീയപരമായി ഒരു സമുദായത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വനഭൂമി കയ്യേറിയെന്ന ആക്ഷേപം പറഞ്ഞുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് ആസാമിലെ ഭൂമി കൊടുക്കാൻ വേണ്ടിയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകമെന്നുള്ളത്. അവർക്കും നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയും. ബീഹാറിൽ അതിസൂക്ഷ്മ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ള അതിസൂക്ഷ്മ പരിശോധന നടത്താനാണ് അവർ തീരുമാനിച്ചത്. തൽക്കാലം കോടതി ഒന്ന് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ആ അതിസൂക്ഷ്മ പരിശോധന കേരളത്തിലും വരും. അങ്ങനെ വന്നാൽ നമ്മളിൽ പലർക്കും നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ കഴിഞ്ഞോളുന്നില്ല. നമ്മൾ വോട്ട് നിഷേധിക്കപ്പെടും. തൽക്കാലം നിഷേധിക്കപ്പെടുന്നത് വോട്ടാണെങ്കിലും പൗരത്വം തന്നെ പിന്നെ നിഷേധിക്കപ്പെടും. ഇത്തരത്തിലുള്ള ഭീഷണികൾ. അതുപോലെ കോടതികളിൽ, ഇന്ത്യൻ കോടതികളിൽ എത്രയോ നിരപരാധികൾ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമല്ലേ NIA അറസ്റ്റ് ചെയ്ത നമ്മുടെ നാട്ടുകാരുൾപ്പെടെ പലർക്കും ജാമ്യം അനുവദിച്ചത്? നിരപരാധികളാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവർക്ക് ജാമ്യം നിഷേധിച്ച ആളുകൾക്ക് ജാമ്യം അനുവദിച്ചത്. അപ്പൊ ജാമ്യത്തിന് വേണ്ടി, ജാമ്യത്തിന് അർഹതയുള്ള ധാരാളം ആളുകൾ ഇന്ത്യൻ ജയിലുകളിലുണ്ട്. അവരുടെ ജീവനും വിലയുണ്ട് എന്ന് തിരിച്ചറിയണം. അപ്പൊ ഇന്നല്ലേ കോവിഡ് കാലത്ത് തബ്ലീഗ് മർക്കസിൽ താമസിപ്പിച്ചിരുന്ന ആളുകൾ, അവരുടെ പേരിൽ ചുമത്തപ്പെട്ട കേസുകൾ ഒഴിവാക്കി 10-70 ആളുകളെ കോടതി വെറുതെ വിട്ട വാർത്ത ഇന്നല്ലേ നമ്മൾ കേട്ടത്. അന്ന് പ്രചരിപ്പിച്ചത് കോവിഡ്, തബ്ലീഗ് കോവിഡ് എന്നല്ലേ പ്രചരിപ്പിച്ചത്. അത് കള്ളക്കഥയായിരുന്നു എന്ന് ഈ കോടതി വിധിയോടുകൂടി മനസ്സിലായില്ലേ? ഇങ്ങനെ എത്രയോ നിരപരാധികൾ നമ്മുടെ കോടതികളിൽ, ജയിലുകളിൽ കിടക്കുന്നുണ്ട്. ഗസയിൽ കൊല്ലപ്പെടുന്ന മനുഷ്യന്മാരുടെ ജീവനും വിലയുണ്ട്. നിമിഷപ്രിയയുടെ ജീവന് വിലയുണ്ട്, നമ്മൾ അംഗീകരിക്കുന്നു. ഗസയിൽ കൊല്ലപ്പെടുന്ന നിരപരാധികളുടെ ജീവനും വിലയുണ്ട്. വെള്ളത്തിനു വേണ്ടി, ഭക്ഷണത്തിനു വേണ്ടി ക്യൂ നിൽക്കുമ്പോഴല്ലേ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. ലോകത്തേത് ക്രൂരനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്? ഫറോ പോലും ചെയ്യാൻ മടിച്ച ക്രൂരതയല്ലേ ഗസയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്? സ്റ്റോപ്പ് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഈ സെക്കൻഡിൽ പറഞ്ഞാൽ നിൽക്കാവുന്നതേ ഉള്ളൂ ഗസയിലെ യുദ്ധം. ക്രിസ്ത്യൻ ഭൂരിപക്ഷമായ രാജ്യമായ അമേരിക്കയുടെ പ്രസിഡന്റ് നിർത്തു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നിൽക്കാവുന്ന യുദ്ധമേ ഗസയിലുള്ളൂ. എന്തേ അദ്ദേഹം പറയാത്തത്? എന്തേ ട്രംപ് പറയാത്തത്? അവിടെയാണ് ട്രംപ് മാതൃകയാക്കേണ്ടത്. യമനിലെ ഹൂത്തി സൂഫികൾ, കേരളത്തിലെ കാന്തപുരം ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയുടെ മതം നോക്കാതെ, ജാതി നോക്കാതെ മനുഷ്യൻ എന്നതിന്റെ പേരിൽ ഇടപെടുന്നത് ട്രംപിനൊരു മാതൃകയാണ്. ഇന്നലെ കത്തോലിക്ക പള്ളി ഗസയിലെ
ഏക കത്തോലിക്ക പള്ളി പൊളിച്ചു. അപ്പോഴാണ് എല്ലാവർക്കും സങ്കടമായത്. ഇതുവരെ നൂറുകണക്കിന് മുസ്ലിം പള്ളികൾ പൊളിച്ചു, ആശുപത്രികൾ പൊളിച്ചു, വെന്റിലേറ്ററിൽ കിടന്ന രോഗികളെ കൊന്നു. അതൊന്നും ആർക്കും പ്രശ്നമായിരുന്നില്ല. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നു, ഗർഭിണികളെ കൊന്നു. ഇതൊന്നും ആർക്കും പ്രശ്നമായില്ല. ഇന്നലൊരു കത്തോലിക്ക പള്ളി അവിടെ പൊളിച്ചു, പുരോഹിതന് ചെറുതായിട്ടൊന്ന് പരിക്കേറ്റു, 1-2 പേര് മരിച്ചപ്പോൾ അത് ലോകത്ത് പ്രശ്നമായി മാറി, പോപ്പിളകി. അതുകൊണ്ട് ഇസ്ലാം നീതിയുടെ പക്ഷത്താണ്. മതം നോക്കാതെ, ജാതി നോക്കാതെ എല്ലാ മനുഷ്യരുടെയും ജീവന് വില കൽപ്പിക്കുന്നു. എല്ലാവർക്കും ഈ രാജ്യത്ത് സമാധാനത്തോടെ, ഐക്യത്തോടെ ജീവിക്കേണ്ടതുണ്ട്. അത് തിരിച്ചറിയാനുള്ള സന്ദർഭമായി ഈ വിഷയത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടു തന്നതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതായിരുന്നാലും പടച്ചതമ്പുരാൻ അള്ളാഹു നീതി പുലർത്തുമാറാകട്ടെ. അള്ളാഹു എല്ലാ നിരപരാധികൾക്കും അള്ളാഹു മോചനം നൽകുമാറാകട്ടെ. ആസാമിലും ബീഹാറിലും യുപിയിലും ഡൽഹിയിലൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന ധാരാളം മനുഷ്യർ, അള്ളാഹു അവർക്കെല്ലാം നീതി കൊടുക്കുമാറാകട്ടെ. അക്രമികളെ അള്ളാഹു തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. നീതിപീഠത്തെ അള്ളാഹു തആല സൽബുദ്ധി കൊടുക്കുമാറാകട്ടെ. നല്ലൊരു ഭരണകൂടത്തെ അള്ളാഹു തആല ഈ രാജ്യത്ത് അധികാരത്തിലേറ്റുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി